ഡൽഹിയിൽ മുതിർന്ന ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്റെ മകളെ കൊന്ന കേസിൽ വഴിത്തിരിവാകുന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ബുധനാഴ്ചയാണ് ഡൽഹിയിലെ കൈലാഷ് ഹിൽ പ്രദേശത്ത് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായത്. UPSC പരീക്ഷകൾക്കായി പഠിച്ചുകൊണ്ടിരുന്ന 22-കാരിയാണ് ലൈംഗികാതിക്രമത്തിന് ഇരയാകുകയും കൊല്ലപ്പെടുകയും ചെയ്തത്. ഇവരുടെ വീട്ടിൽ മാസങ്ങൾക്ക് മുമ്പ് ജോലിക്ക് നിന്നിരുന്ന 19-കാരൻ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്ന സൂചനകളാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ബുധനാഴ്ചയാണ് ഡൽഹി അമർ കോളനിയിലെ IRS ഉദ്യോഗസ്ഥന്റെ വീടിനുള്ളിൽ കടന്നുകയറിയ 19-കാരനായ രാഹുൽ മീണ IRS ഉദ്യോഗസ്ഥന്റെ മകളെ കൊന്ന് അവിടെ നിന്ന് 2.5 ലക്ഷത്തോളം രൂപയുമായി കടന്നുകളഞ്ഞത്. IRS ഉദ്യോഗസ്ഥനും ഭാര്യയും ജിമ്മിൽ പോയി തിരികെ വന്നപ്പോഴാണ് മകൾ അതിക്രൂരമായി കൊല്ലപ്പെട്ട കാഴ്ച കാണുന്നത്. എന്നാൽ അപ്പോൾ തന്നെ IRS ഉദ്യോഗസ്ഥൻ തങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന തങ്ങൾ ജോലിയിൽ നിന്ന് പറഞ്ഞുവിട്ട രാജസ്ഥാൻ ആൽവാർ സ്വദേശിയാണ് മകളെ കൊന്നതെന്ന് നിസ്സംശയം പറഞ്ഞിരുന്നു. ഒരേ ഒരു ദിവസം കൊണ്ട് ഡൽഹിയിലെ ദ്വാരകയിൽ നിന്ന് രാഹുൽ മീണ എന്ന രാജസ്ഥാൻ സ്വദേശിയെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞു. മാത്രമല്ല IRS ഓഫീസർ പ്രകടിപ്പിച്ച സംശയം അക്ഷരം പ്രതി ശരിയാണെന്ന് പോലീസിന് മനസ്സിലായി. ബുധനാഴ്ച രാവിലെ താൻ ജോലിക്ക് നിന്നിരുന്ന വീട്ടിൽ കയറി എന്തെല്ലാം ചെയ്യണമെന്ന് വ്യക്തമായ പ്ലാനോടെയാണ് രാഹുൽ മീണ ഡൽഹിയിലെത്തിയതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. എന്നാൽ രാഹുൽ മീണ എന്ന 19-കാരന്റെ പ്രകൃതം ഒന്നാകെ സംശയകരമാണെന്ന് പോലീസ് വ്യാഴാഴ്ച മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. ആ സംശയത്തിന് പിന്നാലെയുള്ള അന്വേഷണത്തിൽ രാഹുൽ മീണയെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ കൂടുതൽ അപകടകരമായതാണ്. കൊലപാതകം നടത്തി അമർ കോളനിയിൽ നിന്ന് പോകുന്ന രാഹുൽ നിരന്തരം മൊബൈലിൽ സംസാരിച്ച ദൃശ്യങ്ങളെക്കുറിച്ചാണ് ആദ്യം അന്വേഷണം നടന്നത്. ഡൽഹിയിൽ താമസിക്കുന്ന കസിൻ ത്രിലോകിനോടെയായിരുന്നു സംസാരമെന്ന് പോലീസ് കണ്ടെത്തി. ഞാൻ ഡൽഹിയിൽ ഒരു കുറ്റകൃത്യം ചെയ്തു, ഞാൻ ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം, അല്ലെങ്കിൽ എന്നെ പോലീസ് ഉടൻ പിടികൂടും. ഇതാണ് രാഹുൽ മീണ കസിനോട് പറഞ്ഞത്. എന്നാൽ അതുമാത്രമല്ല, ചൊവ്വാഴ്ച രാത്രി 10:30 രാജസ്ഥാനിലെ ആൽവാറിലെ ഒരു അയൽക്കാരന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി നീ എന്തെങ്കിലും ചെയ്തോ എന്ന കസിന്റെ ചോദ്യത്തോടും രാഹുൽ ഫോണിൽ വിശദീകരണം നടത്തിയിരുന്നു. സുഹൃത്തിന്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്തതിന് ആൽവാറിൽ കേസെടുത്തിട്ടുണ്ടെന്നാണ് കസിൻ രാഹുലിനോട് പറഞ്ഞത്. എന്നാൽ അങ്ങനെയൊന്നും താൻ ചെയ്തില്ല എന്നാണ് ഫോണിലൂടെ രാഹുൽ മീണ നടത്തിയ വിശദീകരണം. പോലീസ് അന്വേഷണത്തിൽ സുഹൃത്തിന്റെ വീട്ടിൽ കടന്നു കയറി സുഹൃത്തിന്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്ത ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ, കൃത്യമായി പറഞ്ഞാൽ 12 മണിക്കൂറിനുള്ളിൽ ഡൽഹിയിലെത്തിയാണ് 19-കാരൻ മറ്റൊരു പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തി കൊന്ന ശേഷം പണവുമായി കടന്നുകളഞ്ഞത്. രാഹുൽ മീണ ക്രിമിനൽ വാസനയുള്ള ചെറുപ്പക്കാരനാണെന്നും ചെയ്ത കാര്യങ്ങളിലൊന്നും ഒരു പശ്ചാത്താപവും ഇല്ലാത്തയാളാണെന്നും പോലീസുകാർ മാധ്യമങ്ങളെ അറിയിച്ചു. ഇയാളുടെ ദുരൂഹമായ ജീവിത രീതികളെക്കുറിച്ച് വീണ്ടും അന്വേഷിക്കുകയാണ് ഡൽഹി പോലീസ്. മൊബൈൽ ജീവിയായ ഈ 19-കാരൻ പുറത്ത് ഇതുവരെ അറിയാത്ത എന്തെല്ലാം കൊടും ക്രൂരതകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടാകാം എന്നതിനെ സംബന്ധിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ സംശയങ്ങളാണുള്ളത്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.